ഇപ്പോഴും പല ആൾക്കാർക്കും എങ്ങനെയാണ് പ്രോപ്പറായിട്ടൊരു സ്കിൻ ക്ലെൻസ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് എങ്ങനെയാണ് ഒരു ഫേസ് വാഷ് സ്റ്റെപ്പ് ചെയ്യുന്നത് എന്നുള്ള കാര്യം അറിയത്തില്ല. അതിന് ആദ്യം തന്നെ നമ്മുടെ സ്കിൻ ടൈപ്പിന് പറ്റിയിട്ടുള്ള അനുയോജ്യമായിട്ടുള്ള ഒരു സ്കിൻ ക്ലെൻസർ അല്ലെങ്കിൽ ഒരു ഫേസ് വാഷ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അതിന് ശേഷം നമ്മുടെ ഫേസ് നല്ലപോലെ വെറ്റ് ചെയ്തതിന് ശേഷം ഒരു കോയിൻ സൈസ് എമൗണ്ടിൽ ആ പ്രോഡക്റ്റ് നമ്മൾ ആവശ്യത്തിന് എടുത്തതിന് ശേഷം നമ്മുടെ സ്കിന്നിലോട്ട് നല്ലപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്ലൈ ചെയ്യുമ്പോൾ നല്ല സർക്കുലർ മോഷനിൽ മസാജ് ചെയ്ത് കൊടുക്കുക. എല്ലാ കോൺസിലും, മൂക്കിൻ്റെ ഭാഗത്ത്, താടിയുടെ ഭാഗത്ത്, അതുപോലെ നെറ്റിയിൽ, അങ്ങനെ എല്ലാ കോർണേഴ്സിലും ഇത് നല്ലപോലെ നമ്മൾ മസാജ് ചെയ്ത് കൊടുക്കുക. ഒരു 30 to 60 സെക്കൻഡ്സ് എങ്കിലും നിങ്ങളത് അങ്ങനെ ഒരു മസാജ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഞാൻ ഇവിടെ എടുത്തേക്കുന്നത് സെറ്റാഫിലിൻ്റെ ജെൻറ്റിൽ ക്ലെൻസറാണ്. ഇത് ഡ്രൈ ടു നോർമൽ സ്കിന്നിനും അതുപോലെ തന്നെ സെൻസിറ്റീവ് സ്കിന്നിനും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി പ്രോഡക്റ്റാണ്. ഇതിൽ നിയാസിനമൈഡ്, ഗ്ലിസറിന്, പിന്നെ വിറ്റാമിൻ B5 പോലുള്ള കണ്ടൻസ് ഒക്കെ ഉള്ളത് കൊണ്ട് സ്കിൻ ബാരിയറിനെ സപ്പോർട്ട് ചെയ്യാനും അതുപോലെ തന്നെ സെൻസിറ്റീവ് സ്കിന്നിനെ ഒന്ന് ശാന്തമാക്കാനും പിന്നെ അതുപോലെ തന്നെ നല്ല ഹൈഡ്രേഷനൊക്കെ സ്കിന്നിന് കൊടുക്കാൻ വേണ്ടിയിട്ടൊക്കെ സഹായിക്കുന്നുണ്ട്. സ്കിൻ കെയറിൽ കൊണ്ടുവരുന്ന ഈ ഒരു ചെറിയ മാറ്റം പോലും നമ്മുടെ സ്കിൻ കെയർ റൂട്ടീനിൽ വലിയൊരു വ്യത്യാസം ഉണ്ടാക്കാനായിട്ട് സഹായിക്കും. അപ്പോൾ അടുത്ത തവണ തൊട്ട് നിങ്ങളുടെ സ്കിൻ കെയർ റൂട്ടീനിൽ ഈ ഒരു ചെറിയ വ്യത്യാസം വരുത്തിക്കൊണ്ട് നിങ്ങളുടെ സ്കിൻ കെയർ അപ്ഗ്രേഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഫോളോ ചെയ്യുക, കൂടെ കൂടുക കേട്ടോ.